ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ആത്മീയ കാര്യങ്ങളിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കുക. ആത്മീയ കാര്യങ്ങളിൽ കുട്ടികൾക്കും കൂടി പങ്കാളിത്തം നാം നൽകണം. We have to take account of the children also with regard to spiritual matters. ആത്മീയ കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കണം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 19. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഇത് തോബിത്ത് തൻ്റെ കൊച്ചുമകൻ തോബിയാസിനെ അടുത്തിരുത്തി തോബിയാസിനോട് ആത്മീയ മർമ്മങ്ങൾ പങ്കുവെച്ചു കൊടുക്കുകയാണ്. മകനെ, നീ എപ്പോഴും നിന്റെ ദൈവത്തെ വാഴ്ത്തണം. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അവരുടെ ജീവിത വിജയത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ. ഒരു കുട്ടിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബേസിൽ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ബേസിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. ഞാൻ ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ 10 വരെ CBSE പഠിച്ചതാണ്. അപ്പോൾ 1 തൊട്ട് 5 വരെ ഞാൻ CBSE നല്ലോണം പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ 5 തൊട്ട് 10 വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാ ക്ലാസ്സിലേക്കും വെറുതെ ജസ്റ്റ് പാസ്സായിട്ട് കയറി പോവായിരുന്നു. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ 5 തൊട്ട് 10 വരെയും ജസ്റ്റ് പാസ്. അപ്പോൾ ഞാൻ പാസ്സായി 10 വരെ എത്തി. 10ത്തെ FA1 പരീക്ഷയിലൊന്നും മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 90-ൽ ഫസ്റ്റ് ബോർഡ് എക്സാം വന്നപ്പോൾ മാത്സിലെങ്കിൽ 90-ൽ 19% കിട്ടിയുള്ളൂ. അപ്പോൾ ടീച്ചർമാരൊക്കെ പറഞ്ഞു, നീ 10 എഴുതിയിട്ട് ബോർഡ് എക്സാം എഴുതി കാര്യമില്ല, നീ തോക്കുള്ളൂ. ജസ്റ്റ് പാസ് എന്നല്ല, പിന്നെ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മോഡൽ പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ ഒന്നുമില്ല, 90-ൽ വെറും 19 മാർക്ക്. അപ്പം ടീച്ചർമാരുടെ പയ്യെ രഹസ്യത്തിൽ വിളിച്ച് പറഞ്ഞു, മോനെ നീ എഴുതാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോഴാണ് എൻ്റെ മമ്മിയുടെ ചേട്ടനുണ്ട്, ചേട്ടൻ ഈ ധ്യാനത്തിനൊക്കെ വരണതാണ്. അപ്പോൾ അവിടെ മമ്മിയുടെ ചേട്ടന് കർത്താവ് അയച്ചു. അപ്പോൾ നീ മമ്മിയുടെ ചേട്ടൻ പറഞ്ഞു, നീ ശാലോമിൽ ഞായറാഴ്ച 8:30 ഒരു ഇതുണ്ട് അഭിഷേക്, നീ അത് കാണാൻ പറഞ്ഞു. മമ്മിയുടെ ചേട്ടൻ ഒരു ദൂത് കൊടുത്തു, മോനെ നിനക്ക് 19 ആക്കാം, 19-ൽ 90 ആക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി മുടങ്ങാതെ കണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കും മോനെ എന്ന് ആ ചേട്ടൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ആ പരിപാടിയാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അത്ര വലിയ താല്പര്യം ഈ ഹല്ലേലൂയ എന്ന് വിളിക്കാൻ ആ താല്പര്യമില്ലാണ്ട് ഞാൻ അത് കണ്ടു. അപ്പോൾ ആ പരിപാടി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ ആ ഒട്ടാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമായോ? അതാണ് അതിനൊരു സംഭവം. അവ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അട്ടപ്പാടിയിൽ വരണമെന്ന്. അപ്പോൾ മമ്മിയുടെ ചേട്ടൻ എനിക്ക് ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു, എനിക്ക് അട്ടപ്പാടിക്ക് വരണമെന്ന് പറഞ്ഞു. ഒരു സ്റ്റാർട്ടിങ് പിടിച്ചു. എന്നിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അട്ടപ്പാടിയിലേക്ക് വന്നു മമ്മിയുടെ ചേട്ടൻ്റെ ഒപ്പം. അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ദിവസത്തെ ഏകദിനത്തിൽ പങ്കുചേർന്നപ്പോൾ കുടുംബത്തിൽ ആർക്കും കാണാൻ പറ്റിയില്ല. വട്ടായിലച്ഛനെ കാണാൻ പറ്റിയില്ല. അഭിഷേകാഗ്നി കുട്ടിയാണ്. അന്നേരം അങ്ങനെ എനിക്ക് വട്ടായിലച്ഛനെ കാണാൻ പറ്റി. ഇവൻ എങ്ങനെയോ ഇവൻ മനസ്സിലായി, അച്ഛന് മനസ്സിലായി. അതാണ് ഈശോ അടുത്ത് കൊണ്ടുപോയത്. ഇത് അച്ഛൻ പറഞ്ഞത് നമ്മുടെ കുട്ടിയാണ്, അതുകൊണ്ട് ഇവനെ ഒന്ന് പരിഗണിച്ച് വിട്ടാക്കാ പറഞ്ഞ് നേരെ തള്ളി മുമ്പിലേക്ക് കൊണ്ടുവിട്ടു. അച്ഛനപ്പം എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അച്ഛൻ പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. ഞാനപ്പോൾ അച്ഛനടുത്തൊന്നും പറഞ്ഞില്ലേ എനിക്കുള്ള വിഷമം. പക്ഷെ അച്ഛൻ പറഞ്ഞു, നിനക്ക് എന്താണ്ട് വിഷമമുണ്ടല്ലോ മുഖത്ത്. നോക്ക്, അച്ഛൻ ഇവനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ നിനക്ക് ഒരു വിഷമമുണ്ട് എന്താന്ന് പറഞ്ഞു. എന്താ പറ മോനെ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാർക്കൊന്നുമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛാ
എനിക്ക് മാർക്കൊന്നുമില്ല. അച്ഛൻ ഈശോയോട് പറഞ്ഞു ഇച്ചിരി മാർക്ക് ഇങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട, നിനക്ക് CBSE നല്ല മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. നീ ഒന്നും പേടിക്കണം ആനെ, ഈശോ നിനക്ക് നല്ല മാർക്ക് തരുന്നു. അച്ഛൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പറത്തില്ല. അപ്പൊ ഞാൻ അതുപോലെ വിശ്വസിച്ചു. അപ്പൊ അവൻ അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ചു, യേശു നാമത്തിൽ സംഭവിക്കുന്നു വിശ്വസിച്ചു. അതാണ് നല്ല കുട്ടിയാണ്. വിശ്വസിച്ചിട്ട് ഞാൻ പരീക്ഷയുടെ തലേദിവസം ഒന്നും മാത്സ് പഠിച്ചില്ല. എനിക്ക് അച്ഛൻ മാത്സ് പഠിക്കാണ്ട് തന്നെ ഞാൻ പരീക്ഷ എഴുതി. ബോർഡ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ടും ഞാൻ തന്നെ സ്വയം ഞാൻ ആലോചിച്ചൊന്നും എഴുതി, വെറുതെ ഇങ്ങനെ എഴുതി കൂട്ടായിരുന്നു. അങ്ങനെ എഴുതി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാൻ നേരത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് അത്രയും മാർക്ക് കിട്ടുമോ അറിയില്ല, എനിക്ക് 85 മാർക്ക് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് 90% മാർക്ക്. നോക്ക്, അപ്പോ ടീച്ചർമാരൊക്കെ പറഞ്ഞു നീ ഇത് എന്ത് അത്ഭുതം പരിപാടി കാണിച്ചു, നീ എവിടെയാണ് കോപ്പി അടിച്ചു? അപ്പൊ ടീച്ചർമാർ പറഞ്ഞു നീ എന്തെങ്ങനെ ചെയ്യുന്നത്, നീ എന്നിട്ട് അത്ഭുതമാണ്, കോപ്പി അടിച്ചതാണോ അതോ വേറെ പേപ്പർ നീ കോപ്പി അടിച്ചാ? അവൻ പറഞ്ഞു ഞാൻ കോപ്പി അടിച്ചു, ഞാൻ കർത്താവിൽ അഭിഷേകാഗ്നി കുട്ടിയാണ്. ഇവൻ പറഞ്ഞു ടീച്ചറെ ജിമ്മ നിക്ക്, ഞാൻ അഭിഷേകാന്തി കുട്ടിയാണ്, നിങ്ങൾ വലിയ കാര്യമെന്ന് പറയണ്ട, പ്രാർത്ഥിച്ച് വാങ്ങിച്ചാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ എന്തായി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി അടുത്ത പ്രാവശ്യം മാറ്റി ശരിക്കും പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബേസിൽ എന്ന ഈ ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവാനുഭവം ഇല്ല, അധ്വാനിക്കാൻ തോന്നില്ല, അലസത, ക്ഷീണം, ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത തടസ്സങ്ങളങ്ങനെ വന്നു. അപ്പോൾ കുടുംബാംഗങ്ങളിൽപ്പെട്ട ചിലർ അവനെയും ആത്മീയ കാര്യങ്ങളിൽ പങ്കാളികളാക്കാനും തങ്ങൾക്ക് കിട്ടിയ ആത്മീയ ബോധ്യങ്ങൾ അവനോട് പറയാനും അവർ ഉത്സാഹിച്ചു. അവൻ പറഞ്ഞു നീ അഭിഷേകാഗ്നി കാണ്, നീ പ്രാർത്ഥിക്ക്. അവന് താല്പര്യമില്ല, ഒരുപക്ഷെ ഇതിനു മുമ്പ് കാണാൻ ടേസ്റ്റ് കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതൊന്നുമല്ല, ആത്മീയ കാര്യങ്ങളിൽ അവരെ കൂടെ ഉൾച്ചേർക്കുക, അവരെ കൂടെ പങ്കാളിയാക്കുക, സ്നേഹപൂർവ്വം പറയുക, കൂട്ടിയിരുത്തുക, ഒരുമിച്ച് കൊണ്ടു നടക്കുക, ഒരുമിച്ച് നടക്കുക. ഇത് ആത്മീയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞു. തിരുനേരം ഇരുന്നപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ആത്മാവ് അവനെ ഗ്രസിച്ചു. അത് മാനുഷികമായൊരു ഇടപെടലല്ല, ഒരു വ്യക്തിയുടെയോ എന്തെങ്കിലും ഒരു കാര്യം. സ്വർഗത്തിൻ്റെ ആത്മാവ് അവനെ ഒന്ന് സ്പർശിച്ചു. അവന് കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് ദാഹമുണ്ടായി. അവനങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി പണം കൊടുത്ത്, സമയമെടുത്ത്, കഷ്ടപ്പാട് സഹിച്ച് അവൻ അന്വേഷിച്ച് യാത്രയായ കാര്യമാണ് അവൻ നമ്മളോട് പറഞ്ഞത്. അത് അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ജീവിതത്തിലും അവൻ്റെ പഠനത്തിലും അനുഗ്രഹമായി മാറി. അതുതന്നെയാണ് തോബിത്ത് കൊച്ചു തോബിയാസിനെ അടുത്ത് വിളിച്ചിരുത്തി ഉപദേശം കൊടുക്കുന്നത്. 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ തോബിത്തിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 19. Bless all times the Lord your God. ദൈവത്തെ എപ്പോഴും വാഴ്ത്തുക. ഒരു പരാജയമുള്ള വ്യക്തിയാണോ നീ? പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണോ? മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത നിൻ്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുക. നിൻ്റെ പാതകൾ നേരെയാകുന്നതിനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുന്നതിനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. Ask him that your ways may be made straight and that all your paths and plans may prosper. For none of the nations has understanding, but the Lord himself will give them good counsel. But if he chooses otherwise, he cast down into deepest heights. So now, my child, remember these commandments and do not let them be erased from your heart. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. എല്ലാ നന്മയും വരുന്നത് കർത്താവിൽ നിന്നാണ്. ഇത് ദൈവവചനം വലിയ ശക്തിയോടെ പ്രഖ്യാപിക്കുന്ന ഒരു ദൈവരാജ്യദൂതാണ്. എല്ലാ നന്മയും വരുന്നത് കർത്താവിൽ നിന്നാണ്. അവിടുന്ന് താഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നു, ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് ഉയർത്തുന്നു. അതുകൊണ്ട് തോബിത്ത് തൻ്റെ മകൻ തോബിയാസിന് ഉപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മകനെ, നീ ദൈവത്തെ നനയ്ക്കുക, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ അവിടുത്തെ കൽപ്പനകൾ വിടാതെ നീ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ വഴികളിലേക്ക് മകനെ ചേർത്ത് നിർത്തുന്ന അപ്പനെയാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ മക്കളെ ചേർത്ത് നിർത്തിയാൽ മക്കളിൽ ദൈവകൃപയുണ്ടാവും. നിതാന്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അനുഭവം ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് നിതാന്ത്. ഞാൻ താമരശ്ശേരി രൂപത നെന്മേനിന്ന് ഇടവയ്ക്കുന്ന വരുന്നതാണ്.
ഞാൻ ഈ കൊല്ലം 10ാം ക്ലാസ് പാസ്സായി. ഞാൻ 10ാം ക്ലാസ് കയറിയപ്പോൾ ഭയങ്കര ഉഴപ്പനായിരുന്നു. അമ്മയൊക്കെ പറയും, നീ എന്തോ ഉഴപ്പനത്, നീ ഇങ്ങനെ പോയത് ഇങ്ങനെ 10ാം ക്ലാസ് പാസ്സാവുന്നതെന്നൊക്കെ ചോദിക്കും. എൻ്റെ മകനെ, ഈ കണ്ട ഉഴപ്പല്ല ഉഴപ്പി കഴിഞ്ഞ് നിൻ്റെ ഫ്യൂച്ചർ എന്താവും, നീ 10ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പനും അമ്മയും അങ്ങനെ എന്നും പറയുക. അപ്പോൾ നിതാന്തേ പറഞ്ഞു മാത്സിനൊക്കെ തീരെ മാർക്ക് കുറവായിരുന്നു. ആദ്യമൊക്കെ കഷ്ടി പാസ്സായിരുന്നു. ഒരു 10-15 കിട്ടും അല്ലേ? അത്രയൊക്കെ. അതാണ് മാക്സിമം. 18, അതിൽ കൂടുതലില്ല, ഒരിക്കലും ഇല്ല. 15, 18 ഇല്ല, 15 അല്ലേ? 15 സാറ് ചോദിച്ചു, നിനക്ക് എത്ര A+ കിട്ടുമെന്നാണ് നിൻ്റെ വിചാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 10 A+ കിട്ടുമെന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞു ഈ കണ്ട ഉഴപ്പല്ല ഉഴപ്പിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പഠിച്ചാൽ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചത്തെയും 8:30-ക്കുള്ള അഭിഷേകത്തിന് കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു, ഈശോയെ മാതാപിതാക്കൾക്ക് നാണം കെടുത്തുന്ന മാർക്കൊന്നും തരരുതേ, നല്ലൊരു മാർക്ക് തരണേന്നൊന്ന് പ്രാർത്ഥിച്ചു. അഭിഷേകനിൽ അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടി. അഭിഷേകനിൽ നീ അത്ര പഠിക്കുന്ന കുട്ടിയാണോ? കർത്താവ് ഇവൻ്റെ പോലും പ്രതീക്ഷകളെ അതിലംഘിച്ച് ഫുൾ A+. അഭിഷേകനെ ഇവനെ മുടക്കരുത് കേട്ടോ. വചനം കേട്ട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം കേട്ടോ. പ്രാർത്ഥന പിന്നെ പുറകോട്ട് പോകരുത്. ഇനി ഇതുവരെയുള്ള സാരമില്ല, ഇനി അങ്ങോട്ട് നന്നായിട്ട് പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ പഠനത്തിൽ ചിലക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഈശോ ഉയർത്തിയ ഒരു സാക്ഷിയാണ് നീ കേട്ടോ. മറ്റു കുട്ടികളെ ഉദ്ദേശിച്ചാണ് നിനക്ക് മാർക്ക് തന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിതാന്തിൻ്റെ കാര്യത്തിലും അവൻ്റെ പാരൻസ് അവനോട് പറഞ്ഞു, നീ അഭിഷേകത്തെ കാണണം, നീ പഠിക്കണം, നീ മനസ്സ് വെച്ചാൽ നിനക്ക് മാർക്ക് കിട്ടും, നീ മനസ്സ് വെച്ചാൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നീ അഭിഷേകത്തിന് കേട്ട വചനം നിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. നല്ല ആത്മീയ കാര്യങ്ങൾ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ കാതുകളിൽ കൊടുത്തു. കുട്ടിയാണ്, ചെറിയ കളിയും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലൊന്നും മനസ്സ് മടുക്കാതെ നിരാശപ്പെടാതെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഇളം തലമുറയെ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ നിർമ്മലമായ ദൈവജ്ഞാനം അവരിലേക്ക് പ്രവേശിക്കാനുള്ള വേദികൾ മുതിർന്ന തലമുറ ഇളം തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി അത് അനുസരിച്ച് സ്വീകരിക്കാൻ ഒരു ആത്മാവിൻ്റെ കൃപ അവൻ്റെ മേൽ പ്രവർത്തിച്ചു. അങ്ങനെ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മാതാപിതാക്കളെ നാണം കെടുത്തുന്ന മാർക്കല്ലാതെ നല്ല മാർക്ക് തരണമേ എന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏത് വചനത്തെയാണ് അവൻ ആശ്രയിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ദൈവം എനിക്കൊരു വെളിപാട് തന്നു. അതാണ് 75-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ തിരുലിഖിതം. കിഴക്ക് നിന്നോ പടിഞ്ഞാറുന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. Psalm 75 verse 6, for not from the east nor from the west not from the wilderness that the lifting up comes. എവിടെ നിന്നാണ് ഉയർച്ച വരുന്നത്? ജീവിക്കുന്ന ദൈവമായ കർത്താവിൽ നിന്ന്. അതാണ് ഹോസിയ 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നത്. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 14 വേഴ്സ് 8, ഓ എഫ്രായിം, വിഗ്രഹങ്ങളുമായി നിനക്ക് എന്ത് ബന്ധം? നിനക്കുത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ഓ എഫ്രൈം, what have I to do with idols? It is I who answer and look after you. I am like an evergreen cypress. Your faithfulness comes from me. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിതാന്ത് അവൻ്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ ഈ വചനങ്ങളുടെ ആത്മാവിനാൽ നിറഞ്ഞു. അവൻ ദൈവത്തിൽ ഒരു നല്ല ഫലത്തിന് വേണ്ടി ശരണം വെച്ചു. ദൈവം അവൻ്റെ ജീവിതം അനുഗ്രഹിച്ച് ഈ എല്ലാ വിഷയത്തിനും അത്ഭുതകരമായി A+ കൊടുത്ത് അങ്ങനെ അനുഗ്രഹിച്ചു. അവൻ്റെ മാതാപിതാക്കന്മാർ പറയുകയാണ്, ഇന്നിവൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കൂടുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചു.
ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. Hallelujah. All children please with a louder voice. Hallelujah. 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 With a joyful heart. Hallelujah. 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 With a great jubilant heart. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. കർത്താവാണ് ഫലം തരുന്നത്. അവിടുന്നാണ് ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിടുന്നത്. ഈ ഒരു കാര്യം മുതിർന്ന തലമുറ, ഇളം തലമുറയ്ക്ക് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ പകർന്ന് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസത്തിൽ കർത്താവ് അവരെ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. അവർ ദൈവത്തെ അവർക്ക് മറക്കാത്തൊരോർമ്മയായി അവർക്ക് ജീവിതത്തിൽ കിട്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നാം നമ്മളെ മക്കളെ ആത്മീയ കാര്യങ്ങളിൽ പങ്കാളിയാക്കേണ്ടത്? ചിലപ്പോൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും ഒരു ഉയർച്ചയോ ഒരു മേൽഗതിയോ ഒരു അനുഗ്രഹം ഒന്നും കാണാത്ത കരകാണാ കടലിൽ അകപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാം. ആ സമയത്ത് നിരാശപ്പെടാതിരിക്കാൻ, ആ സമയത്ത് സ്ഥിരോത്സാഹത്തോടെ അധ്വാനിക്കാൻ, ആ സമയത്ത് ആത്മസമയം കൈവിടിയാതിരിക്കാൻ ആത്മീയത ഒരു മകളെ ബലപ്പെടുത്തും. യെശയ്യാ പ്രവചനത്തിൽ 44 അധ്യായം 3 തിരുലിഖിതം, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്നവനാണ് കർത്താവ്. ഇത് കർത്താവ് തന്നെ അനുഭവം കൊടുത്ത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. വരണ്ട ഭൂമിയിൽ ജലം, വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഭൂമി ജലമാക്കി ജലത്തിൻ്റെ നല്ല ഉറവയാക്കി മാറ്റുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. വരണ്ട ഭൂമി ജലം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. ഉണങ്ങിയ നിലത്ത് അരുവികൾ. ഇനി മുന്നോട്ടൊരു നിവൃത്തിയില്ല, ഇനി എന്തു ചെയ്യും, ഈ ജീവിതം കൊണ്ട് ഞാൻ എങ്ങനെ പോകും, ഇനി എനിക്ക് ഫ്യൂച്ചറില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അരുവികളാക്കി മാറ്റാൻ, ഉണങ്ങിയ നിലത്ത് അരുവികളാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് ഇളം തലമുറ അനുഭവിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ മക്കളെ കൂടി ആത്മീയ കാര്യങ്ങളിൽ കൊണ്ടുപോകണം, പങ്കാളികളാക്കണം, പറയണം, കൂടെ ഇരുത്തണം, ഒരുമിച്ച് നടക്കണം, ഒരുമിച്ച് കൊണ്ടുപോകണം. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ദൂത് കേട്ട് ഒരു കുടുംബത്തിൽ ഇതാ മറ്റൊരു മകൻ അതുൽ ആന്റണി, അവൻ ഇതുപോലെ ആത്മീയ കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കേട്ടു, കുടുംബത്തിലെ മുതിർന്ന തലമുറകളിൽ നിന്ന് അവൻ പഠിച്ചു. അവൻ്റെ ഒരു ഞെരുക്കം വന്നപ്പോൾ അവൻ നിരാശപ്പെട്ടില്ല, അവൻ കർത്താവിൽ ആശ്രയിച്ചു. എൻ്റെ പേര് അതുൽ ആന്റണി. ഞാൻ കൊച്ചി രൂപതയിൽ പള്ളുരുത്തിയിൽ വരുന്നു. ഞാൻ എൻജിനീയറിംഗ് ഇപ്പോൾ 2nd ഇയർ പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയറിൽ വെച്ച് എപ്പോഴും പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം തൂങ്ങും. അത് എപ്പോൾ എടുത്താലും, ഉച്ചക്ക് എടുത്താലും രാവിലെ എടുത്താലും രാത്രി എടുത്താലും ബുക്ക് ഉറക്കുമ്പോൾ ഉറക്കം തൂങ്ങും. പുസ്തകം കണ്ട അപ്പോൾ ഉറക്കം തോന്നും. അപ്പോൾ ഉറക്കില്ലാത്ത പുസ്തകം ഒന്ന് കാണിച്ചാൽ മതി, മറിഞ്ഞു പോകണുള്ളൂ. അതേമാതിരി പുസ്തകം അത്രമാത്രം പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതൊരു ബന്ധനം പോലെയാണെന്ന് ശരിക്കും. അപ്പൊ അപ്പച്ചൻ പറയും ബുക്ക് അടച്ചു വെച്ചിട്ട് എണീറ്റ് പോടാന്ന് പറയും. ഞാൻ അപ്പോൾ അവിടെ വെറുതെ കുത്തിരിക്കും. അതായത് അപ്പച്ചൻ നോക്കുമ്പോൾ എപ്പോഴും പുസ്തകം തുറന്ന ആളിങ്ങനെ ഇരുന്ന് അപ്പോൾ പറഞ്ഞു ഇനി ഇത് വീണ് കഴിഞ്ഞാൽ വേറെ ചില ബുദ്ധിമുട്ടാവില്ലോ എന്ന് പറഞ്ഞ് അടച്ചു വെച്ച് എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുക. അങ്ങനെ പരീക്ഷ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഉറക്കം വരുകയില്ല, അതാണ് വേറെ. അങ്ങനെ നല്ല. എന്നിട്ട് പരീക്ഷയുടെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ എക്സാം വന്ന് 12 വിഷയത്തിൽ എനിക്ക് 7 വിഷയം സപ്ലൈ കിട്ടി. അത് ശരി, ദൈവമേ, പകുതിയിലധികം 60% സപ്ലൈ ആയിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ പുതിയ യൂണിവേഴ്സിറ്റിയിൽ ഇയർ ബാക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു മോനെ ഇയർ ബാക്ക് ഇട്ടാണ്ട് നോക്കിക്കോട്ടാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞാൽ പഠിക്കും. പിന്നെ ബുക്ക് ഉറങ്ങുമ്പോൾ ഉറക്കം തൂങ്ങും, ഒരു രക്ഷയില്ല. അവസാനം TV എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അഭിഷാഗ്നിയാണ് 8:30. അപ്പോൾ ഒരു ചേച്ചി ഇതുപോലെ LLBക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കോട് ജയിക്കണുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എല്ലാ ദിവസവും ഉറക്കം തന്നെയാണ്. അപ്പോൾ തമ്പുരാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം, പരീക്ഷ ഒന്ന് ജയിപ്പിച്ചെന്നോ എന്ന് പറഞ്ഞ് അവസാനം സപ്ലിയുടെ റിസൾട്ട് വന്ന് ക്ലാസ്സിൽ മിക്കവരും പകുതിയോളം പിള്ളേർ ഇയർ ബാക്ക് കിട്ടിപ്പോയി. ഞാൻ മാത്രം 7 സപ്ലി ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല മാർക്കോട് ജയിച്ചു. ടീച്ചർമാർക്കും വീട്ടുകാർക്കും പോലും വിശ്വാസം വന്നില്ല. ഞാനുൾപ്പെടെ രണ്ടാമത് ഒരു പ്രാവശ്യം അങ്ങോട്ട് റിസൾട്ട് നോക്കി എൻ്റെ തന്നെയാണ് എല്ലാവരും. ഇവർ മാത്രമല്ല, ടീച്ചർമാർ ഉൾപ്പെടെ എന്തോ മിസ്റ്റേക്ക് യൂണിവേഴ്സിറ്റിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നുങ്ങൾ ശരിക്കും വിശദമാക്കി. നല്ല ഇതിനേക്കാൾ നന്നായി പഠിക്കണവരൊക്കെ അതാ പോയി കിടപ്പുണ്ട്, പുറകിലൂടെ പോയി കിടപ്പുണ്ട്. പക്ഷേ ഇവനെ ദൈവം ഒറ്റയടിക്ക് അങ്ങോട്ട് എല്ലാം കവർ ചെയ്ത് അങ്ങോട്ട് വിജയിച്ചു പോകാൻ സമ്മതിച്ചു. നോക്കി ദൈവം സഹായിച്ചതുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു എളിയ പൈതലിൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിലെ പല നൈരാശ്യജനകമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ, നിരാശാജനകമായ സാഹചര്യം വന്നപ്പോൾ മനസ്സ് തളർന്നില്ല. കാരണം ആത്മീയ വഴികളിൽ നടന്ന് മനസ്സിനെ ബലപ്പെടുത്തിയ ഒരു കുടുംബത്തിൽ അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനങ്ങളും ആത്മീയ കാര്യങ്ങളും അവന് സഹായത്തിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നാം നമ്മുടെ ആത്മീയ ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? കാരണം ജീവിതത്തിൽ നമുക്ക് വിജയം തരുന്നത് നമ്മുടെ അധ്വാനമല്ല. എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ അവിടെ വഴി തുറക്കുന്ന ഒരു ജീവിക്കുന്ന കർത്താവുണ്ട്. ഇത് വീണ്ടും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ അമിതമായി ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അപ്പോൾ നീ നടക്കേണ്ട വഴി കർത്താവ് നിനക്ക് തെളിച്ചു തരും. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 3:6. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ ഇളം തലമുറയെ ആത്മീയ കാര്യങ്ങൾ ഉൾച്ചേർക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ കൃപയാണ് ദൈവവിചാരത്തോടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു അത്ഭുത കൃപ, ഒരു അത്ഭുത സിദ്ധി, ഒരു അത്ഭുത വൈഭവം. കാര്യം മുന്നോട്ടൊരു വഴിയില്ല, ഇനി എങ്ങനെ ഇത് ഡീൽ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ വിഷമിക്കുമ്പോഴും ദൈവവിചാരത്തോടെ അവർ ജീവിതത്തെ അഭിമുഖീകരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യം. തോബിത്ത് കൊച്ചു തോബിയാസിനോട് പറയുകയാണ്, മകനെ, നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ കേട്ട ഈ അനുഭവങ്ങളുടെ മാതാപിതാക്കന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, മുതിർന്ന തലമുറ, ഇളം തലമുറയ്ക്ക് ആ ബോധ്യങ്ങൾ പകർന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് പരാജയത്തെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ കുടുംബത്തിൽ ആത്മീയ തകർച്ചയെക്കുറിച്ച് വേദനിക്കുന്ന ആത്മാവായിരിക്കാം. ഒരുപക്ഷെ ആത്മീയമായ പാപവും തഴക്കദോഷങ്ങളും മയക്കുമരുന്നും കഞ്ചാവും ദുശീലങ്ങളും നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട് ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയി. ഇനി എന്ത്, ഇനി എങ്ങനെ, എനിക്ക് ആര് വാതിൽ തുറന്നു തരും എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം. പ്രിയ പൈതലേ, ജീവിതം ഒരുപക്ഷെ മരുഭൂമിയിൽ ജലത്തിൻ്റെ ഒരു തുള്ളി പോലും ഇല്ലാത്ത മരുഭൂമിയിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കാം. ഈ സമയം നിന്റെ ഹൃദയം നീ ദൈവത്തിലേക്ക് ഉയർത്തുക. നിന്റെ പാത നേരെയാകാൻ നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. നീ എപ്പോഴും നിന്റെ ദൈവത്തെ വാഴ്ത്തുക. നീ നിന്റെ ദൈവമായ കർത്താവിനെ വിളിക്കുമ്പോൾ, കർത്താവിനെ നനയ്ക്കുമ്പോൾ നിന്റെ പാതകൾ നേരെയാകാൻ നിന്റെ കൂടെ നിൽക്കുന്ന ദൈവിക ചൈതന്യം വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ സമയം എഴുന്നേറ്റ് നിന്ന് നാം നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പോവുകയാണ്. കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കണം. പേരൻസും കുട്ടികളും കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹത്തിൻ്റെ അധിപതിയാണ്. സർവജ്ഞാനവും വരുന്നത് കർത്താവിൽ നിന്ന്. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 1:1. ഓൾ വിസ്ഡം കംസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് സർവജ്ഞാനവും സർവസമ്പത്തും സർവ നന്മയും ഒഴുകി ഒഴുകി വരുന്നത്. മക്കളെ, ഇത് ഞാൻ നിങ്ങൾ അറിയണം. 2 കരങ്ങൾ ഉയർത്തി അനുഗ്രഹത്തിൻ്റെ അധിപതിയെ, ജ്ഞാനത്തിൻ്റെ അധിപതിയെ, കൃപയുടെ അധിപതിയെ, ജീവനും ജീവിതം നൽകുന്നവനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, oh glory, glory, glory. We worship you, Lord. We come together. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, കൈകളടിച്ച് അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പാദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, വലിയ സന്തോഷത്തോടെ അനുദിനം നിൻ പാദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ. കർത്താവേ, ഈ സമൂഹത്തിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം തുറക്കണമേ. രോഗികളെ ഇപ്പോൾ അനുഗ്രഹത്തിന് കരം തുറന്ന് അനുഗ്രഹിക്കണമേ.
വിദ്യാർത്ഥിനികൾ, യുവതിവാക്കന്മാർ, പഠനങ്ങളിൽ ബുദ്ധിമുട്ട് സഹിക്കുന്നവർ, പരീക്ഷകൾ കൊണ്ട് ഒരുങ്ങുന്നവർ, IELTS ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, മിഡ് ടേം എക്സാമിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, സകല കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ബിസിനസ് പരാജയത്തിരിക്കുന്നവർ അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കൈകളടിച്ച് വല്ലവനീ എന്നഭയം വന്നിടുമോ പിന്നഭയം. വല്ലവനീ എന്നഭയം വന്നിടുമോ പിന്നഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപാ പെരുന്നതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപാ പെരുന്നതിയേ. അനുദിനം നിൻ പദഗതിയേ കൃപമതിയേ. അനുദിനം നിൻ പദഗതിയേ അടിയനു നിൻ കൃപമതിയേ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. All children lift up your hands and bless the Lord our God. Oh Lord, we worship you, Lord. We praise you, Lord. We adore you, Lord. Glorify you, Lord. Glory, hallelujah, 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 hallelujah. ആത്മാവേ, സകല ജനതകളുടെ മേലും, വംശങ്ങളുടെ മേലും, ഗോത്രങ്ങളുടെ മേലും, വിദ്യാർത്ഥികളുടെ മേലും, കുടുംബങ്ങളുടെ മേലും, സമൂഹങ്ങളുടെ മേലും കൃപയുടെ ആത്മാവിനെ പകരണമേ. അരൂപിയേ, കൃപയുടെ ആത്മാവേ, നിറയണമേ, അഭിഷേകം ചെയ്യണമേ, പ്രകാശിപ്പിക്കണമേ, സന്തോഷിപ്പിക്കണമേ, പ്രകാശിപ്പിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ജ്ഞാനം നൽകണമേ, വിശ്വാസം നൽകണമേ, ബോധ്യങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രാജാവേ സ്നേഹമായി വന്നിടണേ തിരുവോസ്തിരൂപനേശു തിരുമാറിൽ ചേർത്തിടണേ എൻ മാനസേ നിൻ പറുദീസ തീർക്കാൻ പിരിയാത്ത സ്നേഹിതനാകാൻ പിരിയാത്ത സ്നേഹിതനാകാൻ ഓ സ്നേഹമേ നീയോ ജീവനേ നീ ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ വരേണമേ ഓ സ്നേഹമേ നീയോ ജീവനേ നീ ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ വരേണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സകല കുടുംബങ്ങൾക്കും ഓരോ വേദനയിലിരിക്കുന്നവർക്ക് രോഗികൾക്കും കുട്ടികൾക്കും വേണ്ടി നൽകുന്ന സമയമാണ്.
ഈ സമയം നിങ്ങൾ മുട്ടമേ നിൽക്കാൻ സാധിക്കുന്നൊരു മുട്ടമേ നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച്, ഓരോരുത്തരും അവരവരുടെ വേദനയിൽ നിന്ന് യേശുവിനെ വിളിക്കുക. ഈ സമയം വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ, മാനസാന്തരങ്ങൾ, വിടുതലുകൾ, ഡെലിവറൻസ് കർത്താവ് നൽകുന്ന സമയമാണ്. ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു.